ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇന്ന് ഞാൻ കാലിക്കറ്റ് പോവാണ്. കാലിക്കറ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള കാരണം, ഇന്നാണ് ഷിബു വരുന്നത്, അതായത് എൻ്റെ ഫ്രണ്ട് കേട്ടോ. അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്. 2 വർഷത്തിന് ശേഷം അവന് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ഇട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. രാത്രി സമയം ഇപ്പോൾ 9:50 കേട്ടോ. ഞാൻ രാത്രി വീട്ടിൽ നിന്ന് 8:15 പോകുന്നത്. കാരണം ഫ്ലൈറ്റ് വരാൻ വൈകും എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം വൈകിട്ടാണ് പോകുന്നത് കേട്ടോ. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് വൈകിട്ട് 5 മണിക്ക് എയർപോർട്ടിലെത്തും എന്നൊക്കെയായിരുന്നു കേട്ടോ. പിന്നെ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ രാത്രി എത്തുള്ളൂ എന്ന് പറഞ്ഞു. രാത്രി ഒരു 11 മണിയൊക്കെ ആവും എത്താനെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 9:50 ആയപ്പോഴത്തേനൊക്കെ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ വരവ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഒന്നും ആൾക്കാർ അധികമൊന്നുമില്ല, വരാനാവുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറിയിരുന്നു കേട്ടോ. കാരണം വരാൻ സമയമുണ്ടല്ലോ, 10 മണിയല്ലേ ഏകദേശം ആയിട്ടുള്ളൂ, 11 മണിക്കാണല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ ഓരോരുത്തരിങ്ങനെ വരവും പോക്കൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്കന് ദുബായിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണ് കേട്ടോ. ബാക്കിയുള്ള ഫ്ലൈറ്റൊക്കെ ഓരോന്നിങ്ങനെ വരവ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ ഒന്ന് കറങ്ങി വന്ന് അതിനുശേഷം ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ, ഇരിപ്പിടത്തിൽ. കാരണം വരാൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇതിൽ നോക്കുമ്പോൾ, നമ്മൾ ടി വിയിൽ നോക്കുമ്പോൾ വരാൻ കുറച്ചും കൂടി വൈകും. 11:15 ആവും, 11:30 ആവും ഏകദേശം സമയം എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ ഇരിക്കാമെന്ന് കരുതി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ ആൾക്കാരൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ പോലെയല്ല, കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് എണീറ്റു. ഇപ്പോൾ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റൊക്കെ ഓരോന്നിങ്ങനെ വരവ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ അവന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ബാക്കിലാണ് ഉള്ളത്, നമ്മളിനി ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഇവിടെ ആൾക്കാർ കൂടിയിട്ടുണ്ട്. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. 11:51 ആയിട്ടോ അപ്പോൾ സമയം. ഇപ്പോഴും അവനെ കാണുന്നില്ല. അവിടേക്ക് നോക്കിയിട്ട് ലഗേജ് എടുക്കുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ട് അവനെ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓരോരുത്തർ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഗായ്സ്, അവനിതാ ലഗേജിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം കണ്ടില്ലേ, 12:04 ആയിട്ടുണ്ട് കേട്ടോ. 11 മണിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 11:30 ആവുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും എന്നായിരുന്നു കേട്ടോ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് ലഗേജ് എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ളത്. അങ്ങനെ അവനിങ്ങനെ വരുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ ഞാൻ. ഗായ്സ്, അങ്ങനെ ചെക്കന് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അവന് വരുന്നുണ്ട് പുറത്തേക്ക്. 2 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വരണം കേട്ടോ. ഞാൻ നേരിട്ട് കാണുന്നത് 2 വർഷത്തിന് ശേഷം കേട്ടോ. അവനിതാ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ അവൻ വരുന്ന ഭാഗത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അവന് പുറത്തേക്ക് ഇങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ വണ്ടിയിലേക്ക് എടുത്തു വെച്ചു. ഇപ്പോൾ മുമ്പിലെ വണ്ടി ഇങ്ങനെ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. അവര് ലഗേജ് ഇങ്ങനെ കയറ്റുന്നുണ്ട് മുമ്പിലെ വണ്ടി. ഇപ്പോൾ ഏകദേശം സമയം ഏകദേശം ഒരു 12:25 അരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഗായ്സ്, അങ്ങനെ നമ്മൾ രാത്രി 2 മണിക്ക് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.